വത്തിക്കാൻ ഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലിയോ 14 പാപ്പയുടെ ഈസ്റ്റർ ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. എങ്കിൽ നമ്മുടെ ദേവാലയങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത സവിശേഷമായ ഒരു ആചാരം അന്ന് പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്. കണ്ടുനോക്കാം. പുനരുദ്ധാനത്തിന് ആദ്യമായി സാക്ഷ്യം വഹിച്ചവരിൽ ഒരാളായ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ മാർപ്പാപ്പ വഹിച്ച പങ്കിനെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ള പുനർജീവനത്തിന്റെ ആചാരമായ റൈറ്റ് ഓഫ് റീസറെക്സിറ്റ് ആണ് ഈസ്റ്റർ ഞായറാഴ്ച നടന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ഈശോയുടെ വലിയൊരു ഐക്കണിന്റെ അടച്ചിട്ട വാതിലുകൾ 2 ഡീക്കന്മാർ തുറക്കുകയും ഞങ്ങൾക്കായി മരത്തിൽ തൂക്കിയ കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർത്തെണീറ്റു എന്ന് പാടുകയും ചെയ്യുന്നു. തുടർന്ന് ഗായക സംഘവും വിശ്വാസികളും 3 തവണ ഹല്ലേലൂയ എന്ന് പറയുന്നു. പിന്നീട് ഡീക്കൻ പാപ്പയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അതെ, അത് ശരിയാണ്, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയും ശിമയോന് പ്രത്യക്ഷപ്പെട്ടെന്ന് പാടുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു സംഘം വീണ്ടും ഹല്ലേലൂയ ആലപിക്കുന്നു. തുടർന്ന് പാപ്പ ക്രിസ്തു രൂപത്തെ വണങ്ങുകയും ധൂപാർച്ചന നടത്തുകയും ചെയ്യുന്നു. മധ്യകാലഘട്ടം മുതൽ ഉണ്ടായിരുന്ന ഈ ആചാരത്തിന് പുനർജീവനം നൽകിയത് മഹാജൂബിലി വർഷത്തിൽ ജോൺ പോൾ 2 പാപ്പയാണ്. ലാറ്ററൻ കൊട്ടാരത്തിലെ സാങ്ക സനക്ടോറം എന്ന സ്വകാര്യ ചാപ്പലിൽ മാർപ്പാപ്പന്മാർ ആചരിച്ചു പോന്നിരുന്ന ചടങ്ങായിരുന്നു ഇത്. ചുരുക്കത്തിൽ കല്ലറ തുറക്കുന്നതിന്റെ പ്രതീകമായ വാതിലുകൾ തുറക്കൽ, വിശുദ്ധരൂപം പുറത്തെടുക്കൽ, ഉയർത്തെണീറ്റു എന്ന പ്രഖ്യാപനം, പ്രദക്ഷിണം എന്നിവയാണ് ഈ ആചാരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ലോകം മുഴുവൻ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണല്ലോ ലിയോ പാപ്പയുടെ ആഫ്രിക്കൻ യാത്ര. ഈ യാത്രയെക്കുറിച്ച് സവിശേഷമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുകയാണ് അൾജീരിയയിലെ കർദിനാൾ ജീൻ പോൾ വെസ്കോ. സാർവത്രിക സാഹോദര്യത്തിനുള്ള സാധ്യതകളാണ് പാപ്പയുടെ സന്ദർശനത്തിലൂടെ സംഭവിക്കുകയെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തേക്കുള്ള ഒരു പാപ്പയുടെ ആദ്യ യാത്രയെ ഇതിനെ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കുള്ള സഭയുടെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനുള്ള ഒരു ശ്രമമായിട്ടാണ് കർദിനാൾ വിശേഷിപ്പിക്കുന്നത്. ഈ യാത്രയിൽ 4 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. 1996 ടിബറിൻ ആശ്രമത്തിൽ 7 ട്രാപ്പിസ്റ്റ് സന്യാസിമാർ കൊല്ലപ്പെട്ടതിന്റെ 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പാപ്പ അവിടെ എത്തുന്നത്. എന്നാൽ ടിബറിൻ എപ്പോഴാണ് പാപ്പ സന്ദർശിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെയും അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ ടിബറിനെ രക്തസാക്ഷികളായ 2 പേരുടെ വീടുകൾ പാപ്പ സന്ദർശിക്കുമെന്ന് സൂചനയുണ്ട്. ടിബറിൻ ആശ്രമത്തിലേക്ക് എത്തിച്ചേരാത്തത് സമയക്കുറവ് കൊണ്ടാണ്. എങ്കിലും ഈ 7 രക്തസാക്ഷികളെയും പാപ്പ ആഫ്രിക്കയിലെ സന്ദർശന പരിപാടികളിൽ ഏതെങ്കിലും പ്രസംഗങ്ങളിൽ പരാമർശിക്കുകയും എന്ന് തന്നെയാണ് കർദിനാൾ ജീൻ പോൾ വെസ്കോ പ്രതീക്ഷിക്കുന്നത്. മതാന്തര സംവാദത്തിനല്ല, മാനവികതയിൽ പരസ്പരം കണ്ടുമുട്ടുന്നതിനാലാണ് ഈ യാത്രയിൽ പാപ്പ ശ്രദ്ധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിക്കാതെ പോയ ആഗ്രഹം ലിയോ മാർപ്പാപ്പ നിറവേറ്റുകയാണ് ആഫ്രിക്കൻ യാത്രയിലൂടെ ചെയ്തിരിക്കുന്നത്. പാപ്പയുടെ ആഫ്രിക്കൻ യാത്രയെക്കുറിച്ച് വിശദീകരിക്കാനായി ഹോളി സി പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റോ ബ്രൂണി പ്രസ് കോൺഫറൻസ് വിളിച്ചു ചേർത്തു. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, സ്പാനിഷ് എന്നീ ഭാഷകളിലായിരിക്കും പാപ്പ 11 ദിവസം നീണ്ടു നിൽക്കുന്ന പര്യടനത്തിന് സംസാരിക്കുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമാധാനം, കുടിയേറ്റം, പരിസ്ഥിതി, യുവജനങ്ങൾ, കുടുംബം എന്നീ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും പാപ്പ സന്ദേശം നൽകുന്നത്. പാപ്പ നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ആദ്യ യാത്രയാണ് ആഫ്രിക്കൻ പര്യടനം. പാപ്പയുടെ ആഫ്രിക്കൻ യാത്ര ആദ്യമായി വത്തിക്കാൻ ന്യൂസ് വഴി ലൈവായി കാണാൻ കഴിയും. ഫെബ്രുവരിയിലാണ് വത്തിക്കാൻ ന്യൂസ് വീഡിയോ വിജറ്റ് ആരംഭിച്ചത്. സുവിശേഷവൽക്കരണത്തിനുള്ള പുതിയൊരു മാധ്യമമാണ് ന്യൂസ് വിജറ്റ്. സന്ദർശകർക്ക് നേരിട്ട് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്നതിലൂടെ പാപ്പയുടെ ആഫ്രിക്കൻ യാത്രയുടെ എല്ലാ വിവരങ്ങളും അപ്പോൾ തന്നെ അറിയാൻ കഴിയും. വിമാനത്താവളത്തിൽ വെച്ചുള്ള സ്വീകരണം, വിശുദ്ധ കുർബാന അർപ്പണം, പൊതുയോഗങ്ങൾ, പ്രസംഗങ്ങൾ എല്ലാം ഇതനുസരിച്ച് തത്സമയം കാണാൻ കഴിയും. വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ ഹോം പേജിൽ തന്നെ ലൈവ് വീഡിയോ പ്ലെയർ കാണാനാവും. ലൈവ് സംപ്രേഷണം വിശ്വാസികൾക്കും ലോകരാഷ്ട്രീയത്തെയും മാനവിക വിഷയങ്ങളെയും പിന്തുടരുന്നവർക്കും ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും വിജറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഫെബ്രുവരിയിൽ അയച്ച കത്തിൽ പുതിയ വിജറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പാപ്പ മെത്രാന്മാരോട് അഭ്യർത്ഥിച്ചിരുന്നു. റോമിനും പ്രാദേശിക സഭയ്ക്കുമിടയിൽ സമ്മാനങ്ങൾ കൈമാറുന്നതിനുള്ള അവസരമായും ഇടവകകൾക്കും സമൂഹങ്ങൾക്കും പ്രാഥമിക ഉറവിടങ്ങളിൽ നിന്ന് നിരന്തരം വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു മാർഗവുമായിട്ടാണ് പാപ്പ വിജിറ്റിനെ വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ സിംഹാസനവും ഫിലിപ്പൈൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് 75 വർഷം. പിയൂസ് 12 പാപ്പയുടെ കാലത്ത് 1951 ഫിലിപ്പൈൻസും വത്തിക്കാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിലായി 12 അപ്പസ്തോലിക് ന്യൂൻഷോമാർ ഫിലിപ്പൈൻസിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്ക ജനസംഖ്യയുള്ള രാജ്യമാണ് ഫിലിപ്പൈൻസ്. രാജ്യത്തെ 80% കത്തോലിക്ക വിശ്വാസികളാണ്. രാജ്യത്ത് 80 കത്തോലിക്ക രൂപതകളുണ്ട്. 1995 വേൾഡ് യൂത്ത് ഡേ നടന്നത് ഫിലിപ്പീൻസിലായിരുന്നു. 4 തവണ മാർപ്പാപ്പമാർ ഫിലിപ്പീൻസ് സന്ദർശിച്ചിട്ടുണ്ട്. പോൾ 6 പാപ്പയാണ് ആദ്യമായി ഇവിടം സന്ദർശിച്ചത്. 1970 അത്.
1981 ലോറൻസോ റൂയിസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയായിരുന്നു ജോൺ പോൾ രണ്ടാമൻ പാപ്പ എത്തിയത്. 1995 വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുക്കാനും ജോൺ പോൾ രണ്ടാമൻ പാപ്പ എത്തിയിരുന്നു. 2 ദശാബ്ദങ്ങൾക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇവിടെ എത്തിയിരുന്നു. യോളാണ്ടോ ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങൾ വിതച്ച ഫിലിപ്പീൻസിലേക്കായിരുന്നു അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയത്. ഡിക്കാസ്ട്രി ഫോർ കമ്മ്യൂണിക്കേഷൻസിലേക്ക് ഏഷ്യയിൽ നിന്ന് 3 പേരെ പുതുതായി പാപ്പ നിയമിച്ചു. കർദിനാൾ ലൂയിസ് അന്റോണിയോ ടാഗ്ലോ, കർദിനാൾ ഫിലിപ്പ് നെരി, ബിഷപ്പ് മാർസിലിനോ അന്റോണിയോ എം മാരാലിച്ച് എന്നിവരാണ് ഇവർ. ലോകമെമ്പാടുമുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ മാധ്യമ വാർത്താവിനിമയ ശുശ്രൂഷയുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് ഡിക്കാസ്റ്ററി ഫോർ കമ്മ്യൂണിക്കേഷൻസ്. സഭയുടെ സാർവത്രിക ദൗത്യത്തിൽ ഭൂഖണ്ഡത്തിന്റെ വർദ്ധിച്ചുവരുന്ന പ്രസക്തിയുടെ അടയാളമായിട്ടാണ് ഏഷ്യയിലെ സഭാ നേതാക്കളുടെ നിയമനങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഈ നിയമനങ്ങളിലൂടെ ഡിജിറ്റൽ യുഗത്തിൽ സഭയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനും ഭൂഖണ്ഡങ്ങളിലുടനീളം സംഭാഷണം, സുതാര്യത, വ്യാപനം എന്നിവ വളർത്തിയെടുക്കുന്നതിനും ആഗോള കത്തോലിക്ക സമൂഹത്തിനുള്ളിലെ പ്രാദേശിക സഭകളുടെ ശബ്ദങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വത്തിക്കാന്റെ ശ്രമം തുടരുകയാണ്. പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ കമ്മ്യൂണിക്കേഷൻസ് ഓഫീസുകളെയും മിനിസ്ട്രികളെയും ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 ജൂണിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഡിക്കാസ്റ്ററി ഫോർ കമ്മ്യൂണിക്കേഷൻസ് ആരംഭിച്ചത്. പരിശുദ്ധ സിംഹാസനത്തിന്റെ വെബ്സൈറ്റ്, ദി പ്രസ് ഓഫീസ്, വത്തിക്കാൻ ന്യൂസ്, ഒസർവത്താരോ റൊമാനോ, വത്തിക്കാൻ പബ്ലിഷിംഗ് ഹൌസ്, വത്തിക്കാൻ മീഡിയ, റേഡിയോ വത്തിക്കാന ഇറ്റാലിയ, ഫിൽമോടെക്ക വത്തിക്കാന, വത്തിക്കാൻ പ്രിന്റിംഗ് പ്രസ് എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ലോകം മുഴുവനുമുള്ള സഭയോട് ഒരേ സ്വരത്തിൽ സംസാരിക്കുക എന്നതായിരുന്നു പാപ്പയെ ഈ ഡിക്കാസ്റ്ററിക്ക് രൂപം കൊടുക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. ഈ ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്റ്റ് പൗലോ റുഫിനിയാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ പ്രഗത്ഭരായ ഒരു ടീം പ്രവർത്തിക്കുന്നു. ഡിക്കാസ്റ്ററിയിലെ അംഗങ്ങളെ മാർപ്പാപ്പയാണ് നേരിട്ട് നിയമിക്കുന്നത്. വിവിധ ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായവരെയാണ് പാപ്പ ഇതിലേക്കായി തെരഞ്ഞെടുക്കുന്നത്. ആദ്യമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ലയോ 14 പാപ്പയെ സന്ദർശിച്ചു. മാക്രോണിന്റെ ഭാര്യ ബ്രിജിറ്റയും കൂടെ ഉണ്ടായിരുന്നു. വത്തിക്കാനിലെ അപ്പസ്തോലിക് പാലസിൽ ഫ്രഞ്ച് പ്രസിഡന്റും മാർപ്പാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടുനിന്നു. ഇരുവരും സമ്മാനങ്ങൾ പരസ്പരം കൈമാറി. ഫ്രാൻസിലെ ബാസ്കറ്റ്ബോൾ കളിക്കാരുടെ ഒപ്പോടുകൂടിയ ജേഴ്സിയും നോട്ടർഡാം കത്തീഡ്രലിന്റെ പുനർനിർമ്മാണത്തെക്കുറിച്ചുള്ള പുസ്തകവും 1617 ഫ്രഞ്ച് മിഷണറിമാർ രൂപം കൊടുത്ത മിസിസിപ്പി റീജിയനെക്കുറിച്ചുള്ള മാപ്പുമാണ് പ്രസിഡന്റ് പാപ്പയ്ക്ക് കൈമാറിയത്. സമൃദ്ധിയുടെ പ്രതീകമായി ഡെക്കറേറ്റീവ് സെറാമിക് ടൈലും ലോകസമാധാന ദിനത്തിന്റെ സന്ദേശവുമാണ് പാപ്പ സമ്മാനമായി നൽകിയത്. ലോകസമാധാനത്തിന് വേണ്ടി ലയോ 14 പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ജാഗരണ പ്രാർത്ഥന നടത്തി. ബസിലിക്കയിലേക്ക് കടന്നുവന്ന പാപ്പ നേരിട്ട് ജപമാല പ്രാർത്ഥനയിലേക്കാണ് കടന്നത്. മഹിമയുടെ രഹസ്യങ്ങൾ ചൊല്ലിയാണ് പാപ്പ പ്രാർത്ഥിച്ചത്. ഓരോ രഹസ്യത്തിനു മുമ്പും സമാധാനരാജ്ഞിയായ മാതാവിന്റെ രൂപത്തിന്റെ പാദത്തിങ്കൽ 5 ഭൂഖണ്ഡങ്ങളുടെയും പ്രതിനിധികൾ മെഴുകുതിരികൾ കൊളുത്തി. വചനവായനയും സഭാപിതാക്കന്മാരുടെ റിഫ്ലക്ഷൻസും ജപമാലയുടെ ഓരോ രഹസ്യങ്ങൾക്കുമൊപ്പം ഉണ്ടായിരുന്നു. യുദ്ധം എല്ലാവരെയും വിഭജിക്കുകയും പ്രത്യാശ എല്ലാവരെയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. പ്രാർത്ഥന ഒരിക്കലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സങ്കേതമോ വേദനസംഹാരിയോ അല്ലെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഈസ്റ്റർ ഞായറാഴ്ച ഓർബിയത്ത് ഓർബി സന്ദേശത്തിലാണ് പാപ്പ ഏപ്രിൽ 11 ജാഗരണ പ്രാർത്ഥന നടത്തുന്ന കാര്യം അറിയിച്ചത്. പാപ്പയുടെ ആഫ്രിക്കൻ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള വത്തിക്കാൻ ഡയറിയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം.